നമസ്കാരം സുഹൃത്തുക്കളെ. ഞെട്ടണ്ട, വീണ്ടും വീണ്ടും ഇങ്ങനെ തുറച്ചു നോക്കുകയും വേണ്ട. നിങ്ങളുടെ സംശയം ശരിയാണ്. ഇത് റീമ കല്ലിങ്കൽ തന്നെയാണ്. സിനിമാ നടിയായിട്ടുള്ള റീമ കല്ലിങ്കൽ, സംവിധായകനായ ആഷിഖ് അബുവിൻ്റെ ഭാര്യയായിട്ടുള്ള അതേ റീമ കല്ലിങ്കൽ തന്നെയാണ് ഈ ആചാരമൊക്കെ കാണിക്കുന്നത്. അവർ കുറേ നാളായിട്ട് ചെണ്ട എന്ന വാദ്യോപകരണം പഠിക്കുകയായിരുന്നു. അത് പഠിച്ചതിന് ശേഷം അതിൻ്റെ അരങ്ങേറ്റവും മറ്റുമൊക്കെ നടന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഹൈന്ദവ ഒരു സംസ്കാര രീതി അനുസരിച്ചാണെങ്കിൽ ഈ ഗുരുനാഥന് ദക്ഷിണ കൊടുക്കും, കാല് തൊട്ട് വന്നിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങും. ഏതാണ്ട് അതൊക്കെ തന്നെയാണ് ഇവിടെ റീമ കാണിച്ചത്. അത് ശരിക്കും ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. ഇവരൊക്കെ ഒരു കാലത്ത് ഈ പരിഹസിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കുലസ്ത്രീ വേഷത്തിൽ തന്നെയാണ്. അവർ ഒരു ബ്ലൗസും അതുപോലുള്ള ഒരു മുണ്ടുമാണ്, സാധാരണ സെറ്റ് മുണ്ടോ സെറ്റ് സാരിയൊക്കെ ആയിരിക്കും. എന്തായാലും ഇവർ ഈ പരിഹസിച്ച് പറയുന്ന അതേ കുലസ്ത്രീ വേഷത്തിൽ തന്നെയാണ് റീമ കല്ലിങ്കൽ നിൽക്കുന്നത്. ഞാനിപ്പോഴും കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്, നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ടായിരിക്കാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു യുദ്ധക്കപ്പൽ കമ്മീഷൻ ചെയ്യുന്ന സമയം, അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വമത പ്രാർത്ഥനയാണ് നടത്തിയത്. പക്ഷേ ആഷിഖ് അബു, അതായത് റീമ കല്ലിങ്കലിൻ്റെ ഭർത്താവും ആ കൂട്ടത്തിലുള്ള വേറെ ചിലരും അതിൽ ഹൈന്ദവ പൂജയുടെ മാത്രം ചിത്രങ്ങൾ കാണിച്ചിട്ട് വലിയ രീതിയിൽ പരിഹസിച്ചിരുന്നു. ശാസ്ത്രമാണ് അവിടെ വിജയിച്ചത്, അല്ലാതെ വിശ്വാസമല്ല എന്ന തരത്തിലാണ്. അതായിരുന്നു അവരുടെ ഒരു പോയിൻ്റ്. അതേപോലെ തന്നെ നമ്മുടെ ISR റോക്കറ്റ് മറ്റുമൊക്കെ വിടുമ്പോൾ ഈ റോക്കറ്റിൽ നാരങ്ങ കെട്ടിത്തൂക്കിയിടുമോ, താഴെ തേങ്ങ അടിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ നിരന്തരം പരിഹസിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മളെക്കാൾ ഈ സാങ്കേതിക വിദ്യയിൽ മികച്ചതാണ് എന്നൊക്കെ പലരും വിശ്വസിച്ചുകൊണ്ടിരുന്ന റഷ്യയിലും അമേരിക്കയിലുമൊക്കെ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന കാര്യം അവർ ബോധപൂർവം അങ്ങ് മറച്ചു വെച്ചു. ഇനി റഷ്യ ആണെങ്കിലും ശരി, ഇനി അമേരിക്കയിലെ നാസ ആണെങ്കിലും ശരി, അവിടങ്ങളിൽ അവരുടെ വിശ്വാസം അനുസരിച്ച് വെഞ്ചരിപ്പും മറ്റുമൊക്കെ നടക്കാറുണ്ട്, പ്രാർത്ഥനയുമൊക്കെ നടക്കാറുണ്ട്. നമ്മുടെ രാജ്യമാകുമ്പോൾ ഇവിടുത്തെ സംസ്കാരം അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ അതിനെപ്പോലും പരിഹസിച്ചുകൊണ്ട് ഇവിടുത്തെ സംസ്കാരത്തെ, ഇവിടുത്തെ വിശ്വാസത്തെയൊക്കെ ഇകഴ്ത്തിക്കൊണ്ട് അതിലെല്ലാം ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണി കണ്ടെത്തിക്കൊണ്ട് സവർണ മേധാവിത്വം അല്ലെങ്കിൽ ബ്രാഹ്മണരുടെ രീതിയാണ് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാത്ത രീതിയിൽ അപമാനിക്കാനും അപഹസിക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നൊരു കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെയായിരുന്നു കുറച്ച് കാലം മുമ്പ് വരെ ഈ റീമ കല്ലിങ്കൽ. ഇപ്പോൾ എന്താണ് അവർക്ക് സംഭവിച്ചതെന്ന് അറിയില്ല. അവർക്ക് വേണമെങ്കിൽ അവർക്ക് ഈ ചെണ്ട എന്ന ഈ വാദ്യോപകരണം പഠിച്ച് വഞ്ചാരി മേളത്തിനും മറ്റൊക്കെ ആയിരിക്കാം, ആയിക്കോട്ടെ. അവർ കണ്ടംപററിയൊക്കെ ഡാൻസും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്, നന്നായിട്ട് ഡാൻസൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരം നൃത്തകലയാണെങ്കിലും ശരി, വാദ്യോപകരണ കലയാണെങ്കിലും ശരി, അത് പഠിച്ചെടുക്കാനുള്ള മനസ്സുണ്ട്, ആയിക്കോട്ടെ. പക്ഷേ അതൊക്കെ അവർക്ക് പണം കൊടുത്ത് പഠിക്കാം. പക്ഷേ ഇങ്ങനൊന്നും പ്രകടനം കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ലെങ്കിലും ഇവരൊന്നും ഇത് ചെയ്തില്ലെങ്കിലും ആരും ഒന്നും പറയാൻ പോകുന്നില്ല. അവിടെയാണ് പക്ഷേ അവർ ക്യാമറകളുണ്ടെന്നറിയാം, ഇത് പല ചാനലുകളും ഇത് ഒപ്പിയെടുക്കുന്നുണ്ടെന്നറിയാം. പക്ഷേ അവിടെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കൽ ഇതിനെയൊക്കെ തള്ളി പറഞ്ഞുകൊണ്ടിരുന്ന, പരിഹസിച്ചുകൊണ്ടിരുന്ന അതേ കാര്യങ്ങൾ അവരിന്ന് വാരിപ്പുണരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സംസ്കാരം എന്തോ മോശമാണ്, ഇവിടുത്തെ വിശ്വാസ രീതി എന്തോ മോശമാണ്, വിദേശികളുടെ എല്ലാം കൊള്ളാം, അല്ലെങ്കിൽ അതാണ് നല്ലത് എന്നാണ് ഇവർ നമ്മളോട് പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇത്തരം വിശ്വാസവും ചിലർക്കൊക്കെ അന്ധവിശ്വാസമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ എല്ലാ രാജ്യങ്ങളും ചെയ്യാറുണ്ട്. എന്തിന് ചൈന പോലും അതിൽ നിന്ന് മാറിയല്ല, അവരും അങ്ങനെ തന്നെയാണ്. അവിടുത്തെ ഉപഗ്രഹങ്ങളുടെ പേരുകളും മറ്റുമൊക്കെ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ചില അവരെ സംബന്ധിച്ചിടത്തോളം ദേവതകളുടെയും മറ്റുമൊക്കെ പേരാണ് അവരിടുന്നത് തന്നെ. അമേരിക്ക പോലും അപ്പോളോ എന്ന് പറഞ്ഞിടുന്നത് ഗ്രീക്ക് ദേവൻ്റെയൊക്കെയാണ്. അങ്ങനെ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ നമ്മുടെ ഇവിടെ ചെയ്യുമ്പോൾ മാത്രം അവർ പരിഹസിക്കുമായിരുന്നു. എന്തായാലും ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്നെ കൃത്യമായും ആ ഒരു രംഗം കാണുമ്പോൾ നമുക്കറിയാം കൃത്യമായിട്ടും അത് ഹൈന്ദവ സംസ്കാരത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളൊരു രംഗമാണ്. അതിൽ മാത്രമാണ് ഈ ചെണ്ടയും ചെണ്ടവാദ്യവും അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും എല്ലാം ഉള്ളത്. ബാക്കിയുള്ളത് ഒക്കെ അതിൽ നിന്ന് അവർ ഇപ്പം ക്രിസ്ത്യാനി ആണെങ്കിലും മറ്റു പലരാണെങ്കിലും ചെണ്ടയൊക്കെ അവരുടെ പള്ളിയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സംസ്കാരത്തിൽ നിന്നാണ്. അപ്പോൾ അതിൽ അവർ കൃത്യമായിട്ടും ഒരു ഗുരുശിഷ്യ ബന്ധം എന്താണ് എന്ന് അവർ കാണിക്കുന്നു. ശ്രദ്ധിക്കുക, മുട്ടുകുത്തി ഇരുന്നിട്ട് ആണ് സാഷ്ടാംഗം കാലിൽ തൊട്ട് വന്ന് ചെണീറ്റ് അനുഗ്രഹം വാങ്ങിക്കുന്നത്. അപ്പോൾ ഒരു 5-8 വർഷത്തിന് മുന്നേ റീമ കല്ലിങ്കലൊക്കെ ഇങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെയായിരുന്നു അവരുടെ പ്രതികരണവും രീതിയുമൊക്കെ. മാറ്റമുണ്ടല്ലേ? മാറട്ടെ.